நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോനെ ഇന്ദിര, എടാ ഹർഷ ഈ നാട്ടിൽ നിന്ന് പോകും വരെ നീ അനുപമയെ തിരിച്ചു കൊണ്ടുവരാതിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതല്ലേ നല്ലത്. ഏതായാലും ഇത്രയായില്ലേ, ഇനി ഒരു 6-7 മാസം കൂടി അവൾ അവിടെ തന്നെ കഴിയട്ടെ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിനക്ക് സംഭവിച്ചൊരു തെറ്റാണെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു ഇന്ദ്ര? ഇല്ല ഇന്ദ്ര, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം നീ എനിക്ക് തന്ന പുണ്യമായത്. ഹർഷ ഈ നാട്ടിൽ നിന്ന് പോകും വരെ നീ അനുപമയെ തിരിച്ചു കൊണ്ടുവരാതിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതല്ലേ നല്ലത്. ഏതായാലും ഇത്രയായില്ലേ, ഇനി ഒരു 6-7 മാസം കൂടി അവൾ അവിടെ തന്നെ കഴിയട്ടെ. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ ദൈവമേ പെട്ടിരിക്കുന്നത്. അനുവിനെ ഞാൻ പിന്നീട് വിളിച്ചിട്ടേ ഇല്ല. അവൾ എന്ത് വിചാരിക്കും? അനുവിനെ മോനും തിരിച്ചു കൊണ്ടുവരുമെന്ന് വിചാരിക്കുമ്പോഴാണല്ലോ ഈ മാരണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈശ്വര, അനുവാണല്ലോ. ഹലോ അനു. എന്തു പറ്റി ഇന്ദ്രേട്ടാ? 2 ദിവസം ആയല്ലോ ഇന്ദ്രേട്ടൻ എന്നെ വിളിച്ചിട്ട്. എന്തു പറ്റി? സുഖമില്ലായിരുന്നു? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓരോരോ തിരക്കിൽ പെട്ടുപോയി. കിടന്നിട്ട് അനുവിനെ വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇതുവരെ കിടന്നില്ലായിരുന്നോ? ഇല്ല, മുറിയിലേക്ക് വന്നതേ ഉള്ളൂ. മോൻ ഉറങ്ങിയോ? അവൻ 8 മണിയാവുമ്പോഴേ ഉറക്കാവുന്നതാ. അച്ഛനെ കുറിച്ച് അവൻ എപ്പോഴും പറയും. ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഷോപ്പിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് മനസ്സിലാവും ഇന്ദ്രേട്ടാ. ജോലി തിരക്കിനിടയിൽ ഇത്രയും ദൂരം വന്ന് മോനെ കാണുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാ. ഇനി വൈകുന്നേരം വരെ മോന്റെ കൂടെ ചെലവഴിക്കാൻ സമയം കിട്ടുമ്പോൾ ഇന്ദ്രേട്ടൻ വന്നാൽ മതി. പെട്ടെന്ന് വന്നു പോകുമ്പോഴേ അവന് വലിയ സങ്കടാവുന്നുണ്ടേ. എനിക്ക് വന്ന് മോന്റെ അടുത്തുനിന്ന് വരുമ്പോ വലിയ വിഷമായിരുന്നു. മോനെ മാത്രമല്ല, നിന്നെയും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടനു. കുറച്ചു നാളുകൂടി നിങ്ങളെ കാത്തിരിക്കേണ്ടി വരും. ഒരു 6-7 മാസങ്ങളെടുക്കും ഷോപ്പിന്റെ ബാധ്യതകളൊക്കെ തീർത്ത് ഒന്ന് സ്വസ്ഥമാവാൻ. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരുമിച്ച് ജീവിച്ച പോരാനോ? അതൊക്കെ ഇന്ദ്രേട്ടന്റെ ഇഷ്ടം. ഞാനും മോനെ എത്ര കാലം കഴിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്ദ്രേട്ടന് നാളെ കുറച്ച് സമയം ഒന്ന് ഫ്രീ ആവാൻ പറ്റുമോ? എന്താണ്? നാളെ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ചേരുവിന്റെ മക്കളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനായിരുന്നേ. അവരുടെ കൂടെ ഞാനും വരുന്നുണ്ട്. മോനെ കൊണ്ടുവരാൻ പറ്റില്ല.
അത് വേണ്ട, 3 കുട്ടികളെയും കൊണ്ട് വരുന്നത് റിസ്ക്കാ. നിങ്ങൾ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അനു? ആ ഇല്ല, അങ്ങനെയില്ല ഇന്ദ്രേട്ടാ. അവിടെ വന്നിട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മാത്രം വിളിക്കാലോ എന്ന് കരുതിയിട്ടാ ഞാൻ പറഞ്ഞേ. ആ ആയിക്കോട്ടെ. അനു എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, ഞാൻ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി വന്നോളാം. അനു ഇവിടെ വരെ വരുന്ന സ്ഥിതിക്ക് ഒന്ന് കാണുകയും കൂടി ചെയ്യാലോ. ശരി ഇന്ദ്രേട്ടാ, ഞാനെന്നാ അവിടെ എത്തിയിട്ട് വിളിക്കാവേ. എന്നാ ഞാൻ വെക്കട്ടെ. ശരി അനു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഇന്ദ്രേട്ടാ, സ്വീറ്റ് ഡ്രീംസ്. കരയില്ലേ ഹോസ്പിറ്റൽ പോവാട്ടോ. ഇപ്പൊ കൊണ്ടുപോവാ കരയില്ലേ. ഓ ഓ ഓ ഭാവി ഇങ്ങനെ കരയില്ലേ. ഇപ്പൊ പോവാട്ടോ. ഓ ഓ എന്തൊരു കരച്ചിലാ ചേച്ചി ഇവര്. ഓ ഓ ഓ ഓ ഭദ്രമോളെ ഭദ്രമോക്ക് കരയില്ലേട്ടോ, ചേച്ചി മക്കളുടെ ഫീഡിംഗ് ബോട്ടിലൊന്നും എടുത്തു തരൂ. കടയിൽ നിന്ന് പാല് വാങ്ങി അതിലൊഴിച്ചു കൊടുക്കാലോ. അമ്മേനെ നോക്കടാ, അവര് കുടിച്ചോളൂ. ഓ ഓ ഓ എന്തെങ്ങനെ കരയുന്നേ? അച്ഛാ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നല്ലോ. രാത്രിയെ സെക്രട്ടറി വിളിച്ചപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാന്ന് പറഞ്ഞും പോയി. ഹായ്. അത് സാരമില്ല അച്ഛാ. ഓ ഞങ്ങള് പോയിക്കോളാം. ഇന്ന് രാവിലെ അച്ഛാ ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റിയത്. എന്തായാലും ഇന്ന് തന്നെ പോക്കോ, കുട്ടികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് പോയില്ലെങ്കിൽ 4-5 ദിവസം ഡോക്ടർ ഇല്ല. കുറച്ചു ദിവസമായി മക്കളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. ആ എന്നാ പിന്നെ നിങ്ങൾ എന്തായാലും പോയിട്ട് വാ മോളെ. ഓ ഓ ഓ ഓ ഇതാ മോളെ, ഇത് 2000 രൂപയുണ്ട്, മതിയാവുമല്ലോ അല്ലേ? ആ മതി അച്ഛാ, കുറച്ച് പൈസ എന്റെ ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇന്ദ്രേട്ടനും അവിടെ ഉണ്ടല്ലോ. ഞങ്ങള് വരുന്ന കാര്യം എന്തായാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് മതി. കുറച്ച് നേരത്തെ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി നിങ്ങളുടെ കൂടെ വരുമായിരുന്നല്ലോ. ഈ 2 മക്കളെയും കൊണ്ട് ബസ് കയറി പോകുമ്പോ ഒരാളും കൂടെ ഒപ്പം ഉണ്ടാവുന്നത് നല്ലതല്ലേ? അത് കുഴപ്പമില്ല ചേച്ചി. ഞങ്ങൾക്കൊരു സഹായത്തിന് സരോജിനി ആന്റി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സരോജിനി ആന്റിയോ? അതെന്തിനാ ഞാനിവിടെ ഉള്ളപ്പോ നിങ്ങൾ വേറൊരാളുടെ സഹായം ചോദിക്കുന്നേ? ഇത് കണ്ടില്ലേ അച്ഛാ, ഇവരിപ്പോ എല്ലാ കാര്യത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുക. കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പോലും അച്ഛനോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അയ്യോ ചേച്ചി, 10 മണി ആവുമ്പോഴേക്കും അവിടെ എത്താനുള്ളതാ. അതിനൊരുങ്ങുന്നതിനിടയില് പ്രത്യേകം ചേച്ചിയോട് പറയുന്ന കാര്യം വിട്ടുപോയതാ. നീയും കൂടി വേണമെങ്കിൽ ഇവർക്കൊപ്പം പൊയ്ക്കോളൂ. നീ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങുവാണെങ്കിൽ സരോജിനോട് വരണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ പോകുന്ന മോളെ എനിക്ക് സമാധാനം. അത് അച്ഛാ ഞങ്ങൾക്കും ഇഷ്ടം അതാ. പക്ഷേ ലച്ചുമോളും വിച്ചുമോനും ഒക്കെ ഇവിടെ ഉള്ളതല്ലേ. അത് അമ്മ ബാഗ് എടുക്കട്ടെ. ആ ചേച്ചി, ആന്റി ഓട്ടോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങിയ കറക്റ്റ് സമയത്ത് ബസ് സ്റ്റാൻഡിൽ എത്താം. നേരിട്ടുള്ള ബസ് കിട്ടിയില്ലെങ്കിലേ കുട്ടികളെയും കൊണ്ട് ബുദ്ധിമുട്ടാവും. നമ്മളിന്ന് ഇവർ ഇറങ്ങട്ടെ. എന്താ പിന്നെ മക്കൾ ഇറങ്ങിക്കോ. പോട്ടേച്ചി. അതെ, ഞങ്ങള് മാഷിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ. ആ ശരി, ഓക്കെ. ആ അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ആ മോളെ ചീരു. ആ ചീരുമോളെ, ദാ മോൾ എനിക്ക് തന്ന കാശ് ഇന്നലെ ചിട്ടി കിട്ടി. അച്ഛനെ കൊടുത്തു ആന്റി. ഓ ഓ ഓ കരയല്ലേ. ചീരുമോള് ചെയ്ത്. അതൊന്നും സാരമില്ല. കരയണ്ട. സരോജിനിക്ക് കാശിന്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് കയ്യിലിരുന്നോട്ടെ, പിന്നെ തന്നാലും മതിയല്ലോ. അയ്യോ വേണ്ട മാഷെ, ആവശ്യം വരുമ്പോ ഞാൻ ഇതുപോലെ ചോദിച്ചോളാം. മാഷ് ഇത് പിടിച്ചട്ടെ. കരയില്ല. ശരി. ആ ചീരുമോളെ, കുഞ്ഞിനിങ്ങതാ. എന്തിനാടാ കരയുന്നത്? ഓ ഓ ഓ ഓ പതുക്കെ. പോയിട്ട് വരാം അച്ഛാ. ശരി മോളെ. അച്ഛാ പോയിട്ട് വരാം. മോളെ പിടിക്ക.